2012 ഏപ്രിൽ 15-നാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ചത്. അന്ന് 2 കമ്പനികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വായ്പ കൂടി സംഘടിപ്പിച്ച് നൽകുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് സംവിധാനം കൂടുതൽ നവസംരംഭകരെ ആകർഷിച്ചു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ധനസഹായവും സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സംഘടിപ്പിച്ച പണവുമാണ് മുടക്കുമുതൽ. സംസ്ഥാന സർക്കാർ നവസംരംഭകർക്ക് പ്രത്യേകം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വർഷം പിന്നിടുമ്പോൾ നിരവധി സംരംഭകരാണ് സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ പിന്തുണ തേടിയെത്തുന്നത്. കേരളത്തിൻ്റെ ഒരു മാറുന്ന രീതി തന്നെയാണിത്. കാരണം ഇതിന് മുൻപ് എല്ലാവരും ജോലി നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗം എടുക്കുക, അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോകുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോട്ട് പോകുക എന്നുള്ളൊരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളും സ്വന്തമായിട്ട് തുടങ്ങാൻ ശ്രമിക്കുകയും അതിൽ പലരും വിജയിക്കുകയും ചെയ്യുന്നത് രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച പല കമ്പനികളും സ്റ്റാർട്ടപ്പ് വില്ലേജിൽ പ്രവർത്തിക്കുന്നു. ആഗോള കമ്പനികൾ പോലും സ്റ്റാർട്ടപ്പ് വില്ലേജിലെ നവസംരംഭകരെ തേടിയെത്തുന്നുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തു കൊണ്ടുവരാനും 4 പേര് അറിയാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല. ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ തുടങ്ങിയ മേഖലകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനാണ് 3-ാം വർഷത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് സാരഥികളുടെ തീരുമാനം. ജയേഷ് രാഘവൻ, മീഡിയ 1, കൊച്ചി.